ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സൈഫറാണ്. ഇന്നത്തെ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്താവുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 വണ്ടിയാണ്. ഡോഡ്ജ് ചാർജർ SRT ഹെൽക്കാറ്റ്. ഓൾറെഡി ചാർജറിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ഇത് വന്നിട്ട് 7ാമത്തെ ജനറേഷൻ മോഡൽ വണ്ടിയാണ്. ഈ ജനറേഷൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയത് 2011 മുതൽ 2023 വരെയാണ്. സിനിമയിലാണെങ്കിൽ ഇതിൻ്റെ ഇയർ എന്ന് പറയുന്നത് 2020 മോഡലാണ് കേട്ടോ. തുറന്ന് നോക്കാം. മറ്റേ ഡോഡ്ജ് ചലഞ്ചറുമായിട്ട് ഒരു ചെറിയൊരു വ്യത്യാസം ചെറിയൊരു സാമ്യമുണ്ട് ഈ എഞ്ചിന്. കറക്റ്റ് അതേ ഡിസൈൻ തന്നെ. അപ്പം എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 വേരിയൻ്റ് എഞ്ചിനാണ് വരുന്നത്. ഒന്ന് 6.4 ലിറ്ററും പിന്നെ ഒന്ന് പറയുന്നത് 6.2 ലിറ്ററും. രണ്ടും V8 ആണ് വരുന്നത്. ഈ 6.2 എന്ന് പറയുന്നത് ഒരു സൂപ്പർ ചാർജ് എഞ്ചിനാണ്. അതിൻ്റെ BHP എന്ന് പറയുന്നത് 707. 6.4 വരുമ്പം 485 BHP. സിനിമയിലാണെങ്കിൽ 6.2 ലിറ്റർ V8 സൂപ്പർ ചാർജ് എഞ്ചിനാണ് വരുന്നത്. BHP തന്നെ സെയിം തന്നെ 707 BHP ആണ് കേട്ടോ. നമുക്ക് ഇന്ത്യയിലും കൂടെ കണ്ടിട്ട് പോയേക്കാം. ഞാൻ ഈ വണ്ടി ഓടിച്ചായിരുന്നു, പക്ഷേ അധികം ടോപ്പൊന്നും കയറത്തില്ല. 10-200 പോലും കയറില്ലെന്ന് തോന്നി വണ്ടി. ഞാൻ ചെറുതായിരുന്നു ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സൗണ്ടൊക്കെ കുഴപ്പമില്ല. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കേട്ടോ, 4ാമത്തെ ഗിയറിൽ 185 ആ ജമ്പിലാണ് കയറിയത്. പക്ഷേ ഒരു 7 ഗിയറുണ്ട് ടൂൺ ചെയ്യാതെ തന്നെ. അപ്പോൾ 7ാമത്തെ ഗിയർ ഇടുമ്പോൾ വണ്ടി ജസ്റ്റ് സ്പീഡ് കുറഞ്ഞ് വരും. 202 വരെ കയറി. കേട്ടോ, സ്പീഡ് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമുക്ക് ഡൗൺ ചെയ്ത് കയറ്റാം. ൂറ്റിയൊക്കെ 185, 196 കറക്റ്റ് സ്പീഡ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല. ആ ടൂറിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പക്ഷെ അത് ആ ഫസ്റ്റ് ആ പിക്കപ്പിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അത് പഴയടക്ക് തന്നെ. വരെ വണ്ടി കയറിക്കുന്നത്. ഡൗൺ ചെയ്ത് എന്നിട്ട് വലിയ ഒരു ഇതില്ല. ഈ 6ാമത്തെ ഗിയറോട് ചേഞ്ച് ആകുമ്പോൾ വണ്ടിയുടെ സ്പീഡ് അമ്മാരി കുറയും. ഞാൻ ആക്സിലേഷൻ കുറയ്ക്കുമ്പോൾ തന്നെ ആരെയും ഡൗൺ ആയി
ലെഫ്റ്റിലോട്ട് പോവുക. ഓക്കെ, 218 തന്നെയാണ് സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.